ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ഗായ്സ്. ഇന്നൊരു ട്രിപ്പാണ്, ഒരു ഫാമിലി ട്രിപ്പാണിന്ന്. എൻ്റെ കസിൻസ് വന്നിട്ടുണ്ട്. ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. നമ്മളിന്ന് പോകാൻ പോകുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മളിന്ന് പോകുന്നത് മൂന്നാറിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടെന്ന് യൂട്യൂബിൽ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വണ്ടികളൊക്കെ കുട്ടപ്പനായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി മൂന്നാറിലത്തെ ദൃശ്യങ്ങൾ കാണാം. തൽക്കാലത്തേക്ക് ബൈ ഗൈസ്. അങ്ങനെ നമ്മൾ മൂന്നാറിലെത്തിയിരിക്കുകയാണ്. അങ്ങോട്ട് ഇറങ്ങിയിട്ട് കാണിച്ചു തരാം ഇവിടുത്തെ കാഴ്ച. ഗൈസ്, ദേ യൂക്കാലി മരങ്ങൾ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വ്യൂ. കാണിച്ചു കൊടുക്കും. നമ്മളപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ബാക്കി ഇനി റിസോർട്ടിലത്തെ വീഡിയോയും നാളെ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോകുന്നുണ്ട്. അതിലത്തെ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താം. നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല രസമുണ്ട്. പിന്നെ ഇനി റിസോർട്ടിലെത്തിയിട്ട് പറയാം. ബൈ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. ഇതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടെ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് നടന്നാൽ ഹോട്ടലെത്തി. ഞാനിപ്പോൾ കാണിച്ചു തരാം ഹോട്ടലിൻ്റെ ഫ്രണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട്. മോനെ സെറ്റ്. ഇനി അവിടുത്തെ വ്യൂസ് കാണിച്ചു തരാം ഗൈസ്. തൽക്കാലത്തേക്ക് ബൈ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂ. നല്ല മനോഹരമായ പടങ്ങളുണ്ട്, വരച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ റൂം കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ റൂമിൻ്റെ വ്യൂ. ഇതിൻ്റെ ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് ഇവിടെ ഇരിക്കാൻ കസേരകളൊക്കെ ഉണ്ട്. ഇത് പുറത്തെ വ്യൂസൊക്കെ കാണാം. നമ്മൾ രാവിലെ ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും അതായത് എന്താണ് കഴിക്കാൻ പോകുന്നതൊക്കെ കാണിച്ചു തരാം. ബൈ. കഴിക്കാൻ പോവുകയാണ്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. boiled egg, ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. ദെൻ ബൈ. അപ്പോൾ ഞാൻ ഒരു സാൻഡ്വിച്ച് എടുക്കുകയാണ്. എഗ് സാൻഡ്വിച്ച് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റുണ്ട്. രാവിലെ കാണിച്ചത് അച്ഛൻ ഇവിടെ ഫോട്ടോ പിടിക്കുന്നുണ്ട്. ഇവിടെ ഷോപ്പയും അമ്മയും അരുൺചേട്ടനും കഴിക്കുകയാണ്. അപ്പോൾ പിന്നെ ബൈ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഗ്യാപ്പ് വേയിലാണ്. ഗ്യാപ്പ് വേയാണ് റോഡിലത്തെ. നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തോട്ട് കയറും. അതിൻ്റെ കാണിച്ചെടുത്തിട്ട് മനോഹരമായ കാഴ്ചയാണ്.
അവിടെ എല്ലാം ഫുള്ള് തേയിലത്തോട്ടങ്ങളാണ്. നല്ലൊരു മണമുണ്ട്. അടുത്ത സ്ഥലത്ത് പോയിട്ട് ബാക്കി കാണാം. അടുത്ത ഇവിടുത്തെ വ്യൂ, ആഹാ, അതിമനോഹരമായ കാഴ്ചയാണ്. എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു വ്യൂ പോയിന്റ് ആണിത്. ഇവിടെ നമുക്ക് കയറി ഇരുന്ന് ഇവിടുത്തെ വ്യൂസൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുക്കാനുള്ള പ്രൈവസിയൊക്കെ ഉണ്ട്. ഇവിടെ ഫോറിൻ കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. കാണിച്ചെടുക്കും. എല്ലാവർക്കും വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ മാക്സിമം വരാൻ നോക്കുക. പിന്നെ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തൊരു അമ്പലം കൂടിയുണ്ട്. വേറെ ലെവല് വ്യൂ ആണ് ഗൈസ്. ഈ അമ്മമ്മമാരടുത്ത് അനുവാദം ചോദിച്ചിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയത്. നന്ദിയുണ്ട് ഗായ്സ്. വേറെ ലെവല് കോട ഗായ്സ്. ഇതേ നോക്കിക്കേ, നമ്മളിതേ അവിടുന്ന് ഇറങ്ങിയ വഴിയിൽ കണ്ടാണ്. നിറച്ച് കോടയാണ് ഗായ്സ്. അങ്ങനെ നമ്മളെ നൈറ്റ് റൈഡ് ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. ഇത് തൊട്ടടുത്താണ് നമ്മളെ റിസോർട്ടിൻ്റെ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കാഴ്ചകളാണ്. ഇവിടെ ഒരു ജിറാഫുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അണ്ണാനും കൂടിയുണ്ട്. ഇവിടെ കയറിയാൽ ലാഭമാണ് കേട്ടോ. ഇവിടെ കയറിയ കുറേ ക്യാമറ പോയിന്റ് കാണാം, ഫോട്ടോ പോയിന്റ്. ഇതാണ്ടോ, ഇപ്പോൾ തന്നെ 5 or 6 എണ്ണമായി. ദേ അവിടെ ഒരെണ്ണം, പിന്നെ ദേ അവിടെ ഒരെണ്ണം, അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ദേ അവിടെ ഉണ്ട്. പിന്നെ അവിടെ കയറി പോകുന്നതിൻ്റെ അവിടെ ദേ വി ഇൻ മൂന്നാർ എന്ന് പറയുന്നൊരിതുണ്ട്. ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് തിരിച്ചു വീട്ടിൽ പോണ വഴിക്ക് ഇവിടെ ഒരു ജാഗരിയുടെ കടയുണ്ട്, മറയൂരി ശർക്കര. അവിടെ നിന്ന് ശർക്കര മേടിക്കാനാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കിനി അവിടെ പോയി കാണാം. ഗായ്സ്, നമ്മൾ ഒരു 6 കരിമീൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് കരിമീൻ ജ്യൂസ്. ശർക്കര ഉണ്ടാക്കുന്നത് അവിടെയാണ് ശർക്കര. അതിൻ്റെ തൊട്ടടുത്തോട്ട് പോകാൻ പറ്റില്ല. ആ ശർക്കര മേടിക്കാം, ജ്യൂസ് കുടിക്കാം. ഇവിടുന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ജ്യൂസ് ഇങ്ങനെ വരുന്നതാണ്. ഈ ഡസ്റ്റ് പാർട്ടിക്കിളിനെ വെച്ച് അവിടെ കത്തിക്കും. ഇവിടെ ഇതാണ് ആ ഡസ്റ്റ് പാർട്ടിക്കിൾ അവിടെ നിന്ന് വരുന്നത്. അത് വെച്ച് ആ ജ്യൂസ് വെച്ചിട്ടാണ് ഈ ശർക്കര ഉണ്ടാക്കുന്നത്. ഫാം അവിടെയാണ്, അവിടെയാണ് ഫാം. അത് അങ്ങോട്ട് പെർമിഷൻ ചോദിച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. Les powerhouses